സമൂ ചീസിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് ഏത്തപ്പഴം കൊണ്ട് ഒരു സ്നാക്കാണ് തയ്യാറാക്കുന്നത്. വൈകുന്നേരം നമുക്ക് ചായക്കൊപ്പം കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്നാക്ക്. അതിന് ഞാനിവിടെ എടുത്തിരിക്കുന്നത് 2 ഏത്തപ്പഴം പുഴുങ്ങി ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിനൊരു ഫില്ലിങ് തയ്യാറാക്കിയെടുക്കണം. ഫില്ലിങ്ങിന് ആവശ്യമായ സാധനങ്ങൾ: 1 കപ്പ് തേങ്ങ, ഒരു 1/4 കപ്പ് ശർക്കര പാനിയാണ് എടുത്തിരിക്കുന്നത്. ശർക്കര പാനിക്ക് പകരം പഞ്ചസാര വേണമെങ്കിലും എടുക്കാം. ശർക്കര നല്ലതാണെങ്കിൽ പാനിയാക്കേണ്ട കാര്യമില്ല, തേങ്ങയിലേക്ക് ഡയറക്റ്റ് ചേർത്ത് കൊടുത്താൽ മതി. ഇത് അഴുക്കുള്ള ശർക്കര ആയതുകൊണ്ടാണ് ഞാനിവിടെ ഉരുക്കി അരിച്ചെടുത്തിരിക്കുന്നത്. പിന്നെ വേണ്ടത് കുറച്ച് അണ്ടിപ്പരിപ്പ്, അല്പം ഉണക്കമുന്തിരി, ഏലക്കാപ്പൊടി, 2 ടീസ്പൂൺ അരിപ്പൊടി ഞാൻ ഈ പഴത്തിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ടാണ്. പഴം ഒന്ന് കുഴച്ചെടുക്കുമ്പോൾ അതൊന്ന് ബൈൻഡായിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് അരിപ്പൊടി എടുത്തിരിക്കുന്നത്. ഈ പഴം പൊരിച്ചെടുക്കുന്നതിന് ഞാൻ 1 കപ്പ് മൈദപ്പൊടി എടുത്തിട്ടുണ്ട്. ഇത് കോട്ട് ചെയ്യാനുള്ള ബ്രെഡ് ക്രംസ് എടുത്തിട്ടുണ്ട്. ആദ്യം നമുക്ക് ഈ ഫില്ലിംഗ് ഒന്ന് റെഡിയാക്കി എടുക്കണം. അതെങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് ഒരു അല്പം നെയ്യ് ഒഴിച്ചു കൊടുക്കുക. ഈ തേങ്ങ ഒന്ന് വഴറ്റിയെടുക്കാനുള്ള നെയ്യ് മാത്രം മതി. അതിലേക്ക് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കുക. ഇതൊന്ന് ചെറുതായി മൂത്ത് കഴിയുമ്പോൾ അതിലേക്ക് മുന്തിരി ഇട്ട് കൊടുക്കാം. അണ്ടിപ്പരിപ്പ് അവിടെ മൂത്ത് വന്നിട്ടുണ്ട്. അതിനകത്തേക്ക് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന ഉണക്കമുന്തിരി ഇട്ട് കൊടുക്കുക. ശർക്കര പാനിയുടെ വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കാൻ വേണ്ടി മാത്രമാണ് ഞാനിത് ചെയ്യുന്നത്. അതല്ലെങ്കിൽ ഇങ്ങനെയൊന്നും ചെയ്യേണ്ട കാര്യമില്ല. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന തേങ്ങ ചേർത്ത് കൊടുക്കുക. ഈ തേങ്ങയിലുള്ള വെള്ളം ഒന്ന് ഡ്രൈ ആയി കഴിയുമ്പോൾ അതിനകത്തേക്ക് ശർക്കര പാനി ചേർത്ത് കൊടുക്കണം. ഇതൊന്ന് വറ്റി കിട്ടണം, അത്രയേ ഉള്ളൂ. ഇപ്പം ഏലക്കപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുക. ശർക്കര ഒന്ന് ഡ്രൈ ആകുന്നത് വരെ വഴറ്റുക. ശർക്കരയുടെ വെള്ളമൊക്കെ വറ്റി ഇവിടെ ഡ്രൈ ആയി വന്നിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ഫില്ലിങ് ഇവിടെ റെഡിയായി. ഇതൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് സ്നാക്ക് നമുക്ക് തയ്യാറാക്കിയെടുക്കാം. അടുത്ത ചെയ്യേണ്ടത്, നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഏത്തപ്പഴം ഈ അരിപ്പൊടിയായിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. കുറച്ച് ആദ്യം ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് കുഴച്ച് നോക്കുക. ഉരുളകളാക്കി എടുക്കാൻ പറ്റുന്ന പരുവാകുമ്പോൾ മതിയാക്കാം. ഇങ്ങനെ നന്നായിട്ട് കുഴച്ചെടുക്കണം. അല്പം കൂടെ പൊടി ചേർത്ത് കൊടുക്കാം. അരിപ്പൊടിയാകട്ടെ, ഇത് മൈദപ്പൊടിയോ ഗോതമ്പൊടിയോ ഏത് പൊടിയാണോ ഇഷ്ടം അത് ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ അരിപ്പൊടിയാണ് ചേർത്തിരിക്കുന്നത്. ഇതുപോലെ നന്നായിട്ട് കുഴച്ചെടുക്കുക. അടുത്തത് വേണ്ടത്, നമുക്ക് ഇത് മുക്കി പൊരിക്കണ്ടേ. അതിനൊരു മൈദമാവ് എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ, അതൊന്ന് കലക്കിയെടുക്കണം. കട്ടയൊന്നും ഇല്ലാതെ അല്പം വെള്ളം ഒഴിച്ചിട്ട് കലക്കിയെടുക്കാം. ഇതിലേക്ക് അല്പം വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇതിനകത്താണ് നമ്മൾ മുക്കി പൊരിക്കുന്നത്. കുറച്ചുകൂടെ വെള്ളം വേണം. കട്ടയൊന്നും ഇല്ലാതെ കലക്കിയെടുക്കണം കേട്ടോ. ഒത്തിരി തിക്കായിട്ടിരിക്കേണ്ട, ഒത്തിരി ലൂസാകുകയും വേണ്ട. നമ്മൾ ഈ പഴം ഇതിനകത്ത് മുക്കിയിട്ട് റൊട്ടിപ്പൊടി കോട്ട് ചെയ്തിട്ടാണ് പൊരിച്ചെടുക്കുന്നത്. ഇത്രയും മതി. ഇനി ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. എടുത്ത് വയ്ക്കുക. ആദ്യം നമുക്ക് പഴം ഫില്ല് ചെയ്ത് വയ്ക്കുക. അതിന് ശേഷം നമുക്ക് മൈദയും റൊട്ടിപ്പൊടിയൊക്കെ മുക്കിയാൽ മതി. പഴം ഞാൻ ഇതുപോലെ ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്ത് ഒന്ന് പരത്തിയിട്ട് ഇതിനകത്ത് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഫില്ലിങ് വെച്ച് കൊടുക്കണം. ഇതുപോലെ ഫില്ലിങ് വെച്ച് കൊടുക്കുക. ഇങ്ങനെ അടച്ചു കൊടുക്കുക. വിട്ടു പോകാത്ത രീതിയിൽ അടച്ചിട്ട് ഇഷ്ടമുള്ള ഷേപ്പിൽ എടുക്കാം. ഒന്ന് പരത്തി, കട്ട്ലേറ്റിൻ്റെ പോലെ പരത്തി എടുക്കാം. അതുപോലെ അതല്ല എങ്കിൽ ഇങ്ങനെ നീളത്തിലെടുക്കാം. ഏത് ആകൃതിയിലാണോ നമുക്ക് ചെയ്യാൻ ഇഷ്ടമുള്ളത് അതുപോലെ ചെയ്തെടുക്കാം. ഞാൻ ഇതുപോലെ ആക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് മൈദയ്ക്കകത്തും ബ്രെഡ് ക്രംസും കോട്ട് ചെയ്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാനുള്ളതാണ്. പരത്തണമെങ്കിൽ പരത്തിയെടുക്കാം കേട്ടോ. ഫില്ലിങ് പുറത്ത് പോകരുതെന്ന് മാത്രം. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള ബോൾസും തയ്യാറാക്കി എടുക്കാം. ഇതിലും കൂടെ നമുക്ക് ഫില്ലിങ് നിറച്ചെടുക്കാം. ഫില്ലിങ് പുറത്ത് പോകാത്ത രീതിയിൽ നിന്ന് കവർ ചെയ്തെടുക്കണം. ഇങ്ങനെ ആക്കിയിട്ട് നമുക്ക് പിന്നെ ഇഷ്ടമുള്ള ഷേപ്പിലാക്കാം. നീളത്തിലോ വട്ടത്തിലോ ഓവൽ ഷേപ്പിലോ ഏത് ഷേപ്പിൽ വേണമെങ്കിലും ഇതിനാക്കാം. ഫില്ലിങ് അകത്ത് വെച്ചതിന് ശേഷം കണ്ടോ ഇതുപോലെ തയ്യാറാക്കിയെടുക്കാം. ഇതിനകത്ത് എല്ലാത്തിനകത്ത് ഞാൻ ഫില്ലിങ് നിറച്ചെടുത്തിട്ടുണ്ട്. ഇനി അടുത്ത പരിപാടി, ഇതൊന്ന് മൈദയിൽ മുക്കണം, ബ്രെഡ് ക്രംസ് കോട്ട് ചെയ്യണം. അത് ചെയ്ത് നോക്കാം. തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഓരോ ബോളും എടുക്കുക. നന്നായിട്ട് ഷേപ്പ് കൊടുത്തിട്ട് മൈദ മാവിൽ മുക്കുക. ഇത് ബ്രെഡ് ക്രംസ് കോട്ട് ചെയ്തെടുക്കണം. ഇച്ചിരി ലൂസാക്കി കൊടുക്കുന്നതാണ് നല്ലത്. മാവിൽ മുക്കുക, ബ്രെഡ് ക്രംസ് കോട്ട് ചെയ്തെടുക്കുക. എല്ലാം ഞാൻ ഇതുപോലെ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. അത് നമുക്ക് എണ്ണ ചൂടാക്കാൻ വയ്ക്കാം. എണ്ണ ഇവിടെ ചൂടായി വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് ഈ ബനാന കട്ട്ലറ്റ്, ഏത്തപ്പഴം കട്ട്ലറ്റ് ഓരോന്നായിട്ടിട്ട് പൊരിച്ചെടുക്കാം. ഓരോന്നായിട്ട് പൊരിച്ചെടുക്കുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ ചിലപ്പോൾ എല്ലാം കൂടി ഇട്ട് കഴിയുമ്പോൾ പൊട്ടിപ്പോകും. നന്നായിട്ട് ഫ്രൈ ആയി വരുമ്പോൾ നമുക്കിത് കോരിയെടുക്കാം.
ഇതിവിടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് കോരിയെടുക്കാം. ബാക്കിയുള്ളതും കൂടെ ഫ്രൈ ചെയ്തെടുക്കണം. ഇതും ഫ്രൈ ആയി നമുക്കിത് പൊരിയെടുക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഏത്തപ്പഴം കൊണ്ടുള്ള കട്ട്ലറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. തീർച്ചയായും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. കുട്ടികൾക്കൊക്കെ ഇത് വളരെ ഇഷ്ടപ്പെടും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക. ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു പുതിയ റെസിപ്പിയുമായി വരുന്നത് വരെ താങ്ക് യു.